മദ്രസകൾ പ്രവർത്തനം ആരംഭിച്ചു. നമ്മുടെ മക്കളെ നമുക്ക് ഉന്നതമായിരിക്കുന്ന വിജയത്തിലേക്ക് എത്തിക്കണം. നാഫിആയ ഉപകാരപ്രദമായിരിക്കുന്ന അറിവ് അവർക്ക് കിട്ടണം. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. നമ്മുടെ മക്കൾക്ക് കൂടുതൽ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും പഠിച്ചത് അവരുടെ മനസ്സിൽ നിൽക്കാനും അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും ഉപകരിക്കുന്ന ആത്മീയമായിരിക്കുന്ന ചില മാർഗനിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. വിശുദ്ധമായിരിക്കുന്ന റമദാൻ ഷരീഫൊക്കെ കഴിഞ്ഞു. ശവ്വാൽ മാസത്തിലേക്ക് നാം കടന്നു. നമ്മുടെ മദ്രസകളൊക്കെ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഒരു മാസക്കാലം മദ്രസ അടച്ചിട്ട് വീണ്ടും വിദ്യ നുകരാൻ വേണ്ടി മദ്രസകൾ തുറക്കുമ്പോൾ ആത്മീയമായിരിക്കുന്ന നമ്മുടെ ആ അറിവ് മദ്രസയിൽ നിന്ന് ഉസ്താദുമാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൽമുകളാണ് എന്ന് ബോധ്യമുള്ള പല രക്ഷിതാക്കളുമുണ്ട്. നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മശക്തിയും നല്ല ബുദ്ധിശക്തിയും ഉണ്ടാവണം. നമ്മുടെ മക്കൾ കൃത്യമായി പഠിച്ച അറിവുകൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ വിജയത്തിൻ്റെ നിദാനമെന്ന് പറയുന്നത് മദ്രസയിൽ നിന്ന് ഉസ്താദ് പാഠഭാഗങ്ങൾ എടുക്കുകയും അവിടെ നിന്ന് ചെയ്യിക്കേണ്ട കാര്യങ്ങൾ ചെയ്യിക്കുകയും എഴുതിക്കേണ്ട കാര്യങ്ങൾ അവിടെ നിന്ന് എഴുതിക്കുകയും ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന വിദ്യാർത്ഥിയെ വീട്ടിൽ വെച്ച് ഉമ്മയാണ് പ്രാക്ടിക്കലായി ചെയ്യിപ്പിക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ, നിസ്കാരം നമ്മുടെ മകൻ പഠിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഉമ്മ നിസ്കരിപ്പിക്കണം. മദ്രസയിൽ നിന്ന് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നിസ്കാരത്തിനുള്ള പ്രാക്ടീസ് ക്ലാസ്സുകൾ ഉണ്ടാവും. അത് എല്ലാ മദ്രസയിലും നിസ്കാര ഹാളുകളും അതിനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് അവിടെ നടക്കുന്നതിന് പുറമെ തന്നെ നമ്മുടെ മക്കൾ നാഫിആയ ഉപകാരപ്രദമായിരിക്കുന്ന ഇൽമ നുകരുന്നവരാവണം. അതിനുപകരിക്കുന്ന അവരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുന്ന ആത്മീയമായിരിക്കുന്ന അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ചില ഇസ്മുകളാണ് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരുന്നത്. ആ ഇസ്മുകളെ ചൊല്ലേണ്ടത് എങ്ങനെയാണ്, എത്ര എണ്ണം ചൊല്ലണം എന്നതെല്ലാം കൃത്യമായി മനസ്സിലാക്കി നാം ചൊല്ലുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത്, നാം പഠിച്ച ഇൽമ് അത് നാം നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരികയാണെങ്കിൽ അത്തഹിയ്യാത്ത്, ഫാത്തിഹ പോലത്തെ മറ്റു ദിക്റുകൾ, വുളൂഉകൾ തുടങ്ങിയ അസ്കാറുകളും ചെയ്യേണ്ട കാര്യങ്ങളും പ്രവർത്തിക്കേണ്ട കാര്യങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം പഠിച്ചതനുസരിച്ച് പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇൽമ് അധികരിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും. രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കൾക്ക്, ചില മക്കൾക്കൊക്കെ ഓർമ്മശക്തി വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, അവർ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന സമയത്ത്, വലിയ മക്കളാണെങ്കിൽ അവർ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന സമയത്ത്, മദ്രസയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരുടെ വലത് കൈയിനെ ഇടത് നെഞ്ചിന്റെ മുകളിൽ വെക്കുക. അതായത് നമ്മുടെ നെഞ്ചിന് മുകളിൽ വെച്ചുകൊണ്ട് അലം നശ്റഹ് ലക സ്വദറക് എന്ന് പറയുന്ന സൂറത്ത് 7 തവണ പാരായണം ചെയ്യുക. ചെറിയ കുഞ്ഞുങ്ങൾക്ക് വെള്ളത്തിൽ മന്ത്രിച്ച് രക്ഷിതാക്കളോ താത്തമാരോ ഇക്കാക്കമാരോ ആരെങ്കിലും നൽകുക. അതല്ലെങ്കിൽ അവരുടെ ഉള്ളം കൈയിനടിയിലേക്ക് കുറച്ച് തേനൊഴിച്ചുകൊണ്ട് അതിലേക്ക് 3 അലം നശ്റഹ് സൂറത്ത് ഓതി അതിൽ മന്ത്രിച്ച് അവർക്ക് കൊടുത്താലും അവരുടെ ബുദ്ധിശക്തി വർദ്ധിക്കും, ഓർമ്മശക്തി വർദ്ധിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, വുളൂ എടുത്തുകൊണ്ട് നാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി നാം വുളൂ എടുക്കും. അപ്പോൾ മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ തന്നെ നാം പഠിക്കാൻ വേണ്ടി ഇരിക്കുക. പഠനത്തിലേക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ സമയം ഏതാണ് എന്ന്
മഹാന്മാർ പഠിപ്പിച്ചത് കാണാം. ഇശ മഗ്രിബിന്റെ ഇടയിലുള്ള സമയവും പ്രഭാത സമയവുമാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പോൾ ആ രണ്ട് സമയം നാം പ്രത്യേകമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മുടെ മക്കളെ പരമാവധി നാം മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ച് മൊബൈൽ ഉപയോഗത്തിൽ നിന്ന്. മൊബൈലിലേക്ക് നമ്മുടെ കുട്ടികൾ വഴുതി വീഴുന്നതോടെ അവരുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള കാര്യം തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ പരമാവധി മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തിൽ നിന്ന് നാം വിട്ടുനിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് മക്കളെ തടയാൻ വേണ്ടി ശ്രമിക്കുക. രക്ഷിതാക്കൾ തെറ്റിലേക്ക് പോകാതിരിക്കുക. ഇനി പഠനത്തിൽ മടി കാണിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ, യാ സലാമു യാ അല്ലാഹ്, അള്ളാഹുവിന്റെ മഹത്തായ ഇസ്മാണ് യാ സലാമു യാ അല്ലാഹ്. യാ സലാമു യാ അല്ലാഹ് എന്ന ഇസ്മിനെ 131 തവണ ചൊല്ലി കുട്ടിയെ മന്ത്രിക്കുക. അതല്ലെങ്കിൽ വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കാൻ വേണ്ടി കൊടുക്കുക. പഠിക്കുന്ന വിഷയം മനഃപ്പാഠമാകാനോ അതല്ലെങ്കിൽ അതിൽ ആ വിഷയത്തിൽ നമുക്ക് പ്രയാസം നേരിടുകയോ ചെയ്താൽ യാ സമീഉ യാ ബസ്വീർ എന്ന ഇസ്മിനെ 100 തവണ നാം ചൊല്ലുക. ധാരാളമായി ആ ഇസ്മിനെ ചൊല്ലാൻ വേണ്ടി നാം ശ്രമിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മഹത്തായ മറ്റൊരു ഇസ്മാണ് യാ റഹ്മാനു യാ അല്ലാഹ്. ഈ ദിക്റിനെ നാം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ധാരാളമായി ചൊല്ലിയാൽ, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 100 തവണ ചൊല്ലണമെന്ന് പഠിപ്പിച്ച മഹാന്മാരുമുണ്ട്. എണ്ണമില്ലാതെ ധാരാളമായി ചൊല്ലാമെന്ന് പറഞ്ഞവരുമുണ്ട്. ഈ ഇസ്മിനെ നാം ധാരാളമായി ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞത് കാണാം, ഈ ഇസ്മിനെ 100 പ്രാവശ്യം ഏകാഗ്രതയോടുകൂടി മനസ്സാന്നിധ്യത്തോടുകൂടി പറഞ്ഞാൽ അവന്റെ പഠനത്തിലുള്ളതായിരിക്കുന്ന അശ്രദ്ധ മാറിക്കിട്ടുമെന്ന് മഹാനവർ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നാം ഈ ഇസ്മിനെ ധാരാളമായി ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ യാ അലീമു യാ അല്ലാഹ്, അള്ളാഹുവിന്റെ മഹത്തായ ഇസ്മാണ് യാ അലീമു യാ അല്ലാഹ്. ഈ ഇസ്മിനെ എണ്ണമില്ലാതെ നമുക്ക് ഒഴിവുള്ള നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഈ ഇസ്മിനെ നാം ധാരാളമായി ചൊല്ലണം. അള്ളാഹുവിന്റെ മഹത്തായ ഇസ്മാണിത്. യാ അലീമു യാ അല്ലാഹ്, അറിവുള്ളവൻ എന്നർത്ഥം വരുന്ന ഇസ്മ. ആ ഇസ്മിനെ നാം ധാരാളമായി ചൊല്ലുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന്റെ കൃത്യതയോടുകൂടി നാം ചെയ്യുക. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു തആല നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെയുള്ള മക്കളാക്കി തരുമാറാകട്ടെ. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.